വെൽക്കം ടു കിക്ക് സ്പ്ലാഷ്. ഗൈസ്, ഇതൊരു മന്തിക്കുള്ള ചാലഞ്ച് ആണ് ഗൈസ്. അപ്പൊ ഞങ്ങളെ കയ്യിൽ 2 ടീമുണ്ട്. ആൻഡ് ഒന്ന് നമ്മുടെ നാട്ടിലത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയേഴ്സ്, കാര്യമായ പ്ലെയേഴ്സ് ആണ് ഗൈസ്. കിടിലനായി ഫുട്ബോൾ കളിക്കാറിയുന്ന ഫുട്ബോൾ പ്ലെയേഴ്സ്. ആൻഡ് മറ്റൊന്ന് വരുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ക്രിക്കറ്റ് പ്ലെയേഴ്സ്, ജീവിതത്തിൽ ഫുട്ബോൾ കളിക്കാത്ത ക്രിക്കറ്റ് പ്ലെയേഴ്സ്. അപ്പൊ ഇവർ രണ്ടുപേരും, ഈ 2 ടീമും ഈ സോപ്പി ഫുട്ബോളിൽ ഏറ്റുമുട്ടുമ്പോ ആരായിരിക്കും മന്തി കൊണ്ടുവന്നത് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും കളി തുടങ്ങാം. നമുക്ക് കളി തുടങ്ങാം. നമ്മുടെ ടീം ഇവിടെ റെഡി ഉണ്ട്. 2 ക്യാപ്റ്റൻസ് വാ. ഞാൻ റെഫറി ആയിട്ടുണ്ടാവും. ഞാൻ റെഫറി ആയിട്ട് ഇവരുടെ ഇടയിൽ ഇവരെ കളിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ കാര്യമായ കളി. അരമണിക്കൂറിന്റെ കളി. അരമണിക്കൂറിൽ കൂടുതൽ ഗോൾ അടിക്കുന്നവർ മന്തി കൊണ്ടുപോകും. റെഡി റെഡി റെഡിക്കോ? ആ കളിച്ചോ തുടങ്ങിയോ. അതെ, ഇതൊരു യുദ്ധങ്ങൾ. നിങ്ങൾ എന്ത് കളിക്കുന്ന അടിക്കറാക്കി 2 പ്രൊഫഷണൽ പ്ലെയേഴ്സ്, 2 ബ്ലൂ ടീം, 2 റെഡിനോട് 0. ഇതിലാ എന്താക്കുന്ന നാണക്കെടാന്നില്. അജിത്തു സമീത് അടിക്ക് സമീത് അടി. അടി അടി ചോപ്പ് അടിക്കല. ഇത് സത്യം പറഞ്ഞ ഫുട്ബോൾ അല്ല, ഒരു യുദ്ധം നടന്നുകൊണ്ട് ഇവരുടെ ഗോള് അർച്ചനാടാ. സാറേ, മൂത്രം കുടിച്ചു വരുന്ന വഴി ഇത്തിരി ചായ ഒഴിക്കാൻ നിരിച്ചു. നൈസ് ടു മീറ്റ് യു. And Prashwit is the man. Gopo. Shankar. നമ്മുടെ നാട്ടിലെ പ്രൊഫഷണൽ പ്ലെയേഴ്സിൽ ഒന്നാമൻ അർഷ. ഗോപു അട. ഇവിടെ പോസ്റ്റർ ആരില്ല, പോറാ. നിങ്ങളിത് കാണുക. ഗുരു ഒരു ഫേമസ് ഫുട്ബോൾ പ്ലെയർ ആണ്. പ്രൊഫഷണൽ ഫുട്ബോൾ ടീമിന്റെ, നീല ടീമിന്റെ. മോന്റെ തോടെ നമ്മള് കണ്ടേ. മോനൊന്നും പറയാനും വേണ്ട, അല്ലാതെ നമുക്ക് പെരുത്തിട്ടുപോയി. മീനോ പ്രൊഫഷണൽ പ്ലെയേഴ്സ് അവരെ തനിക്കോണം കാണിച്ചോണ്ട് അവരെനി ഗ്രൗണ്ടിലാണെങ്കിൽ ഇവിടെ കിടിലായിട്ട് കളിച്ചു. ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. വലിയ ഭയങ്കര കഥ പറഞ്ഞിട്ട് വന്നിട്ട് ഇടാ ഒരു കളിയും കാണുന്നില്ല. പ്രശ്നത്തെ കണ്ട അവന്റെ ജിഗ്ലിംഗ്. ഒന്നായി നീക്ക്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ പോയിട്ട് വാ. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല, എന്തൊരു ഡിസിപ്ലിൻ. ഹാഫ് ടൈം ആകുമ്പോഴത്തേക്ക് 6 ഇവരിലേക്ക് 6 നമ്മളെ ബ്ലൂ ടീം ഫുട്ബോൾ പ്ലെയേഴ്സിന് 6 നമ്മുടെ ക്രിക്കറ്റ് പ്ലെയേഴ്സിന് 1
അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് അടിച്ചു പൊളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാസർഗോഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു പ്ലേസ് ആണ് കിക്ക് സ്പ്ലാഷ്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുന്നാടുക്ക ജംഗ്ഷൻ ചൗക്കി പുളിയത്തടുക്ക റോഡിൽ ഗൈസ്. അപ്പോൾ കിടിലനായിട്ട് നിങ്ങൾക്ക് സോപ്പി ഫുട്ബോളും സ്വിമ്മിംഗ് പൂളും എയർ റോക്കിയും ഇതുപോലത്തെ പല പല കളികളും കളിച്ച് അടിച്ചു പൊളിച്ച് നിങ്ങളെ ചങ്ങായിമാരൊക്കെ പോകും. ഓരോ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ ഇവിടെ അടിച്ചു പൊളിക്കാം. അപ്പൊ എന്തായാലും നമ്മളെ കളി ഇപ്പൊ ഓൺലൈൻ ഉണ്ട്, നമുക്ക് കളി തുടങ്ങാം. വാ വാ വാ. എവിടെ പോണ് മുട്ടിലിറങ്ങി അവിടെ മറിച്ചിട്ടില്ല അങ്ങനെ അവിടെ ഇങ്ങനെ ഒക്കെ നിങ്ങൾ 3 റൗണ്ട് വെച്ച് ബോൾ നടുവത്ത് വെച്ചിട്ട് അറിഞ്ഞാ നോക്കി കൊണ്ടുപോയി ഗോൾ ഇട്ട ഹാഫ് ടൈം കഴിയുമ്പോ ഇവരിലേക്ക് ഒന്നും ഇവർക്ക് ആരും അവർ കിടിലം കംബാക്ക് വഴി ഇവർ വരും എന്ന് പറയുന്നുണ്ടല്ലേ? പറയല്ലേ? വരുമല്ലേ? രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ. ഗോൾ അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ട ഇല്ല കിട്ടിയാ പുറത്ത് അത്ര എന്റെ മള്ളി കളി കളി ഒരു മിനിറ്റ് വേഗളി 7-8 വേഗളി അപ്പൊ ഒഫീഷ്യലി നമ്മളെ കളിയുടെ കഴിഞ്ഞ് സ്റ്റോപ്പ് ഗൈസ്. അങ്ങനെ ഒഫീഷ്യലി നമ്മളെ കളിയുടെ കഴിഞ്ഞ് 30 മിനിറ്റ്സില് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച കണക്ക് നോക്കിയ ഞങ്ങളുടെ പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലെയർ അല്ല നമ്മുടെ ഫുട്ബോൾ പ്ലെയേഴ്സ് ആണ്. അപ്പോ നമ്മളെ ക്രിക്കറ്റ് ടീമിലെ പിള്ളേര് മന്തി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നു. എന്തായാലും കൊടുക്കൂ. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്തായാലും ഈ വീഡിയോക്ക് ഒരു 1K ലൈക്ക് ആക്കിയ നമ്മ മന്തി നിന്ന എല്ലാരും ഒന്നിച്ച് മന്തി നിന്ന വീഡിയോ വരും. എല്ലാരും സബ്സ്ക്രൈബ് ആക്കിട്ട് പൊട്ടിച്ചോ. ആൻഡ് കിക്ക് സ്പ്ലാഷിലേക്ക് കാസർഗോഡ് എല്ലാവരും കിക്ക് സ്പ്ലാഷിലേക്ക് വന്നിട്ട് ഇവിടെ അടിച്ചു പൊളിച്ചിട്ട് നല്ല കിടിലൻ സ്പോട്ട്. ഇനി നമ്മളൊരു കുളിയുണ്ട് മക്കളെ. സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിംഗ് കൊടുക്കുന്നുള്ള